കട്ട് ചെയ്തോ കഴിക്കട്ടെ. മരങ്ങാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ബാംഗ്ലൂർ. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ ഞങ്ങളിപ്പോൾ എല്ലാവരും റെഡിയായി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം കഫേ ഉണ്ടല്ലോ, നമ്മൾ റീൽസിലും വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറേ കണ്ടിട്ടുള്ള അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ റെഡിയായി കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് പോകാൻ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നുമില്ല. അവിടെ നിന്ന് അടുത്തുള്ള വേറെ സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. കാരണം ഞങ്ങൾ എഴുന്നേറ്റപ്പോഴും സ്വാഭാവികമായിട്ട് ലേറ്റായി. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു വെതറാണ്, അതുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാം. വിശക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എത്ര നേരം ഈ മാഡം ശരിയാക്കണ്ടത്. ഇത് രാമേശ്വരം കഫേയുടെ പുതിയ ഔട്ട്ലെറ്റാണ്. പഴയ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നത് അശ്വതി ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ വളരെ അടുത്ത് തന്നെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു 2 കിലോമീറ്റേഴ്സ് ദൂരെയാണ് അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. പൊടി ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ പുതിയ കടയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിലും നല്ല തിരക്കായിരുന്നു. പിന്നെയാണെങ്കിൽ ഇഡ്ഡലിയിലേക്ക് ഇതേ നെയ്യ് ഒഴിക്കുന്നതാണ് ഈ കാണുന്നത് അവർ. അത് ഓൾമോസ്റ്റ് ഫുള്ള് നെയ്യിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് പൊടി ഇഡ്ഡലി വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി, അതിനെനിക്കറിയാം ടേസ്റ്റ്. ആദ്യമായിട്ടാണ് കൊള്ളാം സോറി വയറിന് നമ്മൾ കഴിഞ്ഞിട്ട്. നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് എനിക്ക്. കടയിൽ ഇത്ര തിരക്കാണെങ്കിലും അവരുടെ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ. അവർ അത്ര നീറ്റായിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മളുടെ മുന്നിൽ എത്തിക്കുന്നത് അവർ. അതുപോലെ അവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയിലാണ് അവർ കട ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹിയർ വി റീച്ച്ഡ് കബോൺ പാർക്ക്. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു പാർക്കാണിത്. കാരണം അത്ര വലിയൊരു സിറ്റിയുടെ നടുവിൽ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളുള്ള ഒരു പാർക്ക് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുമില്ല. അവരെത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇങ്ങനൊരു പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സച്ച് എ ഗ്രേറ്റ് ജോബ് ദേ ആർ ഡൂയിങ്. നല്ല നീറ്റായിട്ട് ഒരു തുണ്ട് പേപ്പർ കഷ്ണം പോലും നമ്മൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അവിടെ വരുന്ന ആൾക്കാരും അത് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ആരും അവിടെ വന്ന് മോശമായിട്ട് സാധനങ്ങളവിടെ അനാവശ്യമായി വലിച്ചെറിയുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ദേ ഈ ഒരു മരം ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ കുറേ നേരം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. കാരണം അതിൻ്റെ ചില്ലകൾ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ കുറേ മീറ്റേഴ്സ് ഇങ്ങനെ നീണ്ട് കിടക്കുക. ഇങ്ങനൊരു മരം നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമ്മളുടെ ഇവിടങ്ങളിൽ ആലൊക്കെയാണ് ഒരുപാട് ഇങ്ങനെ നീണ്ട് പടർന്ന് കിടക്കുന്ന ചില്ലകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് എക്സാക്റ്റ് സെൻറ്ററിൽ ഇതിൻ്റെ തടിയും കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ ചില്ലകളും ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു. ആക്ച്വലി അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിശക്കുകയുമില്ല ദാഹിക്കുകയുമില്ല. അത്ര നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെയാണ്. നല്ല വെതർ കൂടി ആയതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ഐസ്ക്രീമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കബോൺ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പാരഗണിലേക്ക് പോവാണ് ബിരിയാണി കഴിക്കാൻ. പിന്നെ അവിടെ അടുത്തുള്ള ചർച്ച് സ്ട്രീറ്റിലേക്ക്. ഇനി വളരെ സംഘടനകൾ നിറഞ്ഞ വഴിയിലൂടെയാണ്.
നമ്മള് പാരഗണിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. ഇതൊരു മോളിൻ്റെ ഉള്ളിലാണ് ഈ പാരഗൺ ഉള്ളത്, പാരഗൺ ഷോപ്പിൽ. ഇന്നെങ്കിലും ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ബിരിയാണി ഒന്നും കിട്ടിയില്ല. ഇന്നിപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ലേറ്റായി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലേറ്റ് ആയതുകൊണ്ട് ലഞ്ചും ലേറ്റ് ആണല്ലോ. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയ മാളാണിത്. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പോഴത്തേക്കും ലൈറ്റ്സ് എല്ലാം ഓണായിട്ടുണ്ട്. ആ മോളിൻ്റെ സൈഡിൽ തന്നെയുള്ള കുറച്ച് സ്റ്റോളുകളാണ്. കുറച്ച് ഓർണമെൻറ്റ്സ്, അതുപോലെ ഡ്രസ്സുകൾ, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അവിടെ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേയൊക്കെ നോക്കി, പറ്റിയതൊക്കെ എടുത്തു. അങ്ങനെ അതിൽ കൂടെയൊക്കെ കുറേ നേരം നടന്നു. ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും വൈകുന്നേരമായി. ഇപ്പോഴേക്കും നല്ല തിരക്കൊക്കെ വന്നു. പിന്നെ ഇപ്പോൾ സന്ധ്യ ആയപ്പോഴേക്കും നല്ല തിരക്കായി. പക്ഷെ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും നല്ലൊരു ഭംഗി വന്നു അല്ലേടി. പിന്നെ അത്യാവശ്യം സ്റ്റോളുകളും കടകളൊക്കെ ഉണ്ട്. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ പോലെ അത്ര ചീപ്പല്ല, എല്ലാം അത്യാവശ്യം റേറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല സാധനങ്ങളാണ് ഉള്ളതൊക്കെ. പിന്നെ നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് കുറേയൊക്കെ. അങ്ങനെ നല്ലൊരു സ്ട്രീറ്റ് വാക്ക്. കുറേ വൈറൽ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു സംഭവത്തിൻ്റെ. പക്ഷെ ഞങ്ങൾ പൈസ കൊടുത്ത് പറ്റിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് പോയി തല വെക്കേണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആരും ഇത് വാങ്ങിയില്ല. പിന്നെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഒരു ബൗൾ വാങ്ങിയായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കഴിച്ചു വന്നപ്പോൾ സ്ട്രോബെറിയുടെ പുളിപ്പും ചോക്ലേറ്റിൻ്റെ മധുരവും എല്ലാം കൂടി നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചായ കുടിക്കാനുള്ള ഉദ്ദേശത്തിൽ ഇവിടെ കയറിയതല്ല. ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും കയറി ഇരിക്കണ്ടേ. ഇവിടെ അങ്ങനെ ഫുട്പാത്ത് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ തന്തൂരി ടീ എന്നല്ല, ഇതിനിവിടെ പറയണത് കുല്ലറ്റ് ചായ എന്നാണ് പറയണത്, നമ്മുടെ ഈ മഡ് പോട്ടില്. അങ്ങനെ അതും കൂടി കുടിക്കാൻ പുറത്ത് ഇവിടെ കയറിയിരുന്നു. ഇനി ഈ പേരും പറഞ്ഞ 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കണം. ഞങ്ങൾ കറങ്ങി സുഡിയോയിലെത്തിയായിരുന്നു. ഇവിടുത്തെ സുഡിയോയിലെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കയറിയതാണ്. ഉമ്മച്ചേച്ചി ഇതേ ഒരു പൗച്ചെടുത്തു. പിന്നെ ടോപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ
അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡേയും ഇവിടെ കഴിയാണല്ലേ? കഴിയോ? ഓൾമോസ്റ്റ് കഴിയാറായി. ഞങ്ങൾ തെണ്ടിത്തിരിഞ്ഞു, കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.